മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് ആ 2ാം ക്ലാസ് അറബിക് പരീക്ഷയുടെ ചോദ്യപേപ്പർ മുഴുവനായും ഉത്തരം എന്താണെന്ന് നോക്കിയാലോ? നോക്കിയാലോ, 1ാം പാദമാണ് പരീക്ഷയുടെ ചോദ്യപേപ്പർ അല്ലേ? അപ്പൊ മക്കളെല്ലാവരും ആൻസർ ചെയ്തോ? നമുക്ക് എത്ര പ്രവർത്തനം ഉണ്ടായിരുന്നു? അവൽ മുതൽ ഹാമിസ് വരെ 5 പ്രവർത്തനങ്ങളാണ് അല്ലേ? 1ാമത്തെ പ്രവർത്തനം എന്തായിരുന്നു? നുലവ്വിൻ വനള അലാമത്ത അസ്സഹീഹ് വനക്തുബുൽ ജുംല. ഇവിടെ എന്താണ് കാണിക്കുന്നത്? ഇവിടെ എന്ത് ചെയ്യണം മക്കള്? ഈ ഇതിലൊക്കെ കളർ കൊടുക്കണം. കളർ കൊടുത്തിട്ട് ശരിയായ സെന്റൻസിന് ഇതുപോലെ ടിക്ക് ഇടണം. എന്താണ് കളർ കൊടുക്കേണ്ടത്? ആദ്യം ഇവിടെ കൊടുക്കേണ്ടത് ഏതാ? അസ്റക്കാണ്. അസ്റക്ക് ഏതാ കളറ്? നീല അല്ലേ? അപ്പൊ നമ്മള് സാറ് നീല കളർ എടുക്കണം. നീല കളർ എടുത്തിട്ട് ഇതിന് മൊത്തം ഇങ്ങനെ നീല കളർ അടിക്കണം കേട്ടോ. ചെയ്തില്ലെല്ലാവരും? അടുത്ത കളർ ഏതാ? ഇവിടെ അഹ്മറാണ്. അപ്പൊ നമ്മൾ വീണ്ടും റെഡ് എടുത്തിട്ട് അഹ്മർ ഏതാ കളറ്? റെഡ് അല്ലേ? നമ്മൾ റെഡ് ഫുള്ളായിട്ട് മക്കൾ അടിച്ചിട്ടുണ്ടാവും അല്ലേ? എവിടെ റെഡ് അടിച്ചത്? എവിടെയാണ്? ഇതിന്റെ അകത്താണ് അടിച്ചത്. ഇതിന്റെ അകത്താണ് അടിക്കേണ്ടത് തോന്നും അല്ലേ? ഇതിനകത്ത് അടിച്ചായി അല്ലേ? പുറത്തും വേണ്ടേ? പുറത്തും കൂടി ആയാലും ഒരു ഭംഗിയുള്ളൂ അല്ലേ? ഇനി അടുത്ത ഏതാ? അഹ്ലർ. അഹ്ലർ ഏതാ? പച്ച. അപ്പൊ മക്കള് പച്ച കളർ എടുക്കണം. ഇതിലിങ്ങനെ പച്ച അടിക്കണം. ചെയ്തില്ലേ? ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഇനി നമുക്ക് ഇത് എന്താന്ന് പറയണ്ടേ? ഇതെന്താണ് സംഭവം? ഇതെന്താണ്? ഇത് ഖിത്താറാണ് അല്ലേ? ഇത് ഖിത്താറാണെന്ന് എങ്ങനെയാ നമ്മൾ പറയല്? ഹാദാ കിത്താർ എന്നാണോ? ഹാദാ കിത്താർ എന്നാണോ? ഇവിടെ കണ്ടില്ലേ ഹാദാ കിത്താർ, അതാ ഹാദിഹി കിത്താർ? ഏതാ ശരി? ഏതാ ശരി? ഹാദാ കിത്താർ അല്ലേ? അപ്പൊ ഇതിന് മക്കള് ഇങ്ങനെ ടിക്ക് കൊടുക്കണം അല്ലേ? ടിക്ക് കൊടുക്കണം. എന്നിട്ട് അത് ഇവിടെ എഴുതും വേണം അല്ലേ? ഹാദാ കിതാറുൻ എന്ന് എഴുതും. എഴുതിയില്ലേ? ഓക്കെ. ഇനി 2ാമത്തെ പ്രവർത്തനം എന്താണ്? നക്തുബുൽ കലിമാത്തുൽ മഫ്കൂദ വനസിൽ ബിൽ മുനാസിബ് വനക്തുബുൽ ജുമൽ. ഇവിടെ കുറെ വാക്കുകൾ വിട്ടുപോയിട്ടുണ്ട്. ആ വാക്കുകൾ എഴുതണം. എന്നിട്ട് അത് ആ വാക്കുകളിലേക്ക് മാച്ച് ചെയ്യണം കേട്ടോ. എന്നിട്ട് ആ സെന്റൻസ് ഇവിടെ എഴുതുകയും വേണം. 3 പ്രവർത്തനം ചെയ്യാനുണ്ട്. ആദ്യം വാക്കുകൾ എഴുതണം, പിന്നെ മാച്ച് ചെയ്യണം, പിന്നെ എന്ത് ചെയ്യണം? പിന്നെ സെന്റൻസ് എഴുതണം. ഇപ്പൊ ഇവിടെ നമുക്ക് ഉള്ളത് ആദ്യം മാച്ച് ചെയ്യാം. ഇവിടെ ത്വാവൂസ് ഉണ്ട് അല്ലേ? ത്വാവൂസ് ആരാ? ത്വാവൂസ് ഉണ്ട്. ത്വാവൂസ് ഇതിലേക്ക് മാച്ച് ചെയ്യണം. ഇങ്ങനെ മാച്ച് ചെയ്യണം. പിന്നെ ഫീൽ ഉണ്ട്. ഫീൽ നമ്മൾ എങ്ങനെ മാച്ച് ചെയ്യണം? എന്താ ഫീൽ ഇരിക്കുന്നു. ഓക്കെ. പിന്നെയോ കിറുതും ഉണ്ട്. കിറുതിന് നമുക്ക് ഇങ്ങനെ കൊടുക്കാം അല്ലേ? പിന്നെയോ ബത്തത്തും ആഡ് ചെയ്തു. ബാക്കി ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഇവിടെ ആരാ ഉള്ളത്? ഇതാരാണ്? ദൂതത്ത് അല്ലേ? ദൂതത്ത്. അപ്പൊ നമുക്ക് ദൂതത്ത് എന്ന് എഴുതാം. എന്നിട്ട് അതിങ്ങനെ മാച്ച് ചെയ്യാം. പിന്നെ ഇവിടെ ആരാളുള്ള? ജറാദാണ്. അപ്പൊ ജറാദിന്റെ സ്ഥലം നമുക്ക് ഇവിടെ എഴുതാം അല്ലേ? ജറാദ്. എന്നിട്ട് ജറാദിന് നമുക്ക് എങ്ങനെ മാച്ച് ചെയ്യണം? ഇങ്ങനെ മാച്ച് ചെയ്യണം. ഓക്കെ. പിന്നെയോ മൊമൻ ഹാദ ഉസ്ഫൂർ അല്ലേ? ഉസ്ഫൂർ നമുക്ക് ഇവിടെ എഴുതാം. ഉസ്ഫൂർ. എന്നിട്ട് ഉസ്ഫൂറിന് എങ്ങനെ മാച്ച് ചെയ്യാം. ഓക്കെ. എന്നിട്ട് ഈ വാക്കുകളൊക്കെ വെച്ചിട്ട് നിങ്ങൾ സെന്റൻസ് എഴുതണം. ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ ഹാദയുണ്ട്, ഹാദിഹിയുണ്ട്. അപ്പൊ ഹാദ വെച്ച് എഴുതേണ്ടതും ഹാദിഹി വെച്ച് എഴുതേണ്ടതും വേറെ വേറെ തന്നെ എഴുതണം. ഹാദ വെച്ച് നമുക്ക് ഏത് എഴുതാം? ഫീലില്ലേ? ഹാദ ഫീലുൻ. ഹാദ ഫീലുൻ എഴുതാം. പക്ഷെ പിന്നെ ഏതെഴുതണം? ആദിഹിയാണ് അല്ലേ? ആദിഹി ആകുമ്പോ ഗേളാണ്. ഗേളിന് പറ്റിയതാ ഇവിടെ ബത്തത്ത്. അപ്പൊ നമുക്ക് ആദിഹി ബത്തത്തുൻ. പിന്നെയും അതുപോലെ ഹാദ കൊടുക്കണം. ഹാദ ഏതാ വരിക? ഹാദ കിർദുൻ അല്ലേ? ഈ കിർദ എഴുതാം. കിർദ എഴുതി കൂടെ? ഹാദ
കിർദുൻ. പിന്നെ നമുക്ക് ഇനി ഏതാ ദൂതത്ത് എഴുതിയില്ല. അപ്പൊ ദൂതത്തായതുകൊണ്ട് ഹാദിഹി അല്ലെ, ഗേളായതുകൊണ്ട് നമ്മള് ഹാദിഹി ദൂതത്തുൻ. പിന്നെ മുകളിൽ ഉസ്ഫൂർ ഉണ്ട്. ഉസ്ഫൂർ ഉണ്ടെങ്കിൽ ഹാദാ ഉസ്ഫൂറുൻ. ഉസ്ഫൂർ ഒരു യോബോയാണ്. ഇനി ഏതാ വിട്ടുപോയത്? പിന്നെ ഒരു ഫറാഷത്ത് ഉണ്ട് ഇല്ലേ? ഫറാഷത്ത് നടന്ന് നമ്മളിവിടെ എഴുതിയില്ല. ഫറാഷത്ത് അപ്പൊ അത് നമുക്കിങ്ങനെ ചെയ്യാം. അപ്പൊ ഹാദിഹി ഫറാഷത്ത്. ഫറാഷത്ത് ആയതുകൊണ്ട് നമുക്ക് എന്ത് വെക്കാം? ഹാദിഹി ഫറാഷത്തുൻ. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് നഖ്താറുൽ ഹുറൂഫ നക്തുബ്. ഇവിടെ കുറെ ഹർഫുകൾ ഉണ്ട് അല്ലേ? ഉണ്ടല്ലേ? ഈ വാക്കുകൾ അനുയോജ്യമായ സ്ഥലത്ത് എഴുതി കൊടുക്കാം. അപ്പൊ നമുക്ക് ഇവിടെ ഇതാരാണ്? ഫറാഷത്തിലെ. അപ്പൊ നമുക്ക് ഏതൊക്കെ വാക്ക് ചേർക്കണം? ഇവിടെ ഫ ചേർക്കണം ആദ്യം. ഫ അല്ലെ? റായ് ഉണ്ട്, പിന്നെ അലിഫ് ചേർക്കണം. ഫറാ നമുക്ക് എഴുതാം അല്ലെ? എഴുതാം, അതാ നല്ലത്. ഇവിടെ സാറ് ഫ ഇട്ടു, പിന്നെ റായ് ഉണ്ട്, പിന്നെ റാ അലിഫ് ചേർക്കണം. അലിഫ് അല്ലെ? പിന്നെ ഷ. ഷ എവിടെയായിരിക്കും? ഷ. അപ്പൊ നമ്മള് ഷ. പിന്നെ തായല്ലേ? ഏതാ താ? താ. അപ്പൊ താ ഫറാഷത്ത്. ഓക്കെ അല്ലേ? പിന്നെ ഇതാരാ? ലക്ക് ലക്ക്. ലക്ക് ലക്ക്. അപ്പൊ ലാ ആദ്യം എഴുതണം അല്ലേ? ഇതല്ല, ഇവിടെ ല, പിന്നെ ക. ക ഏതാ? ഇതായിരിക്കും ക. അപ്പൊ നമ്മള് ക, വീണ്ടും ക. ലക്ക് ലക്ക്. പിന്നെ ഇതാരാ? ലിഫ്ദ ആണ് അല്ലേ? ലിഫ്ദന്റെ ആദ്യത്തെ ല. അപ്പൊ നമുക്ക് ല എഴുതി, പിന്നെ ഫ അല്ലെ? ഫ എഴുതി, പിന്നെ ദ. ദായിട്ടു. ഓട്ടെ, ഇങ്ങനല്ലേ? ഓക്കെ. മൻ അൻത. അപ്പൊ ഓരോരുത്തരും എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മൻ അൻത, മൻ അൻതി, ആരാണ് നീ? അത് ബോയോടും ചോദിക്കുന്നുണ്ട്, ഗേളോടും ചോദിക്കുന്നുണ്ട്. അപ്പൊ ഓരോരുത്തരും പറയണത്, നമ്മുടെ പൂമ്പാറ്റ പൊട്ടൻ എന്ത് പറയും? അന ഫറാഷത്തുൻ അല്ലെ? ലക്ക് ലക്ക് എന്ത് പറയും? അന ലക്ക് ലക്കുൻ. പിന്നെ ലിഫ്ദ എന്ത് പറയും? അന ലിഫ്ദഉൻ. ലിഫ്ദഉൻ എന്നെഴുതാം. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇനി അടുത്തത് നുക്മിലുൽ ഹിവാർ. ഹിവാർ പൂർത്തിയാക്കണം അല്ലെ? എങ്ങനെ ഹിവാർ പൂർത്തിയാക്കണം? സിമ്പിൾ അല്ലേ? ആദ്യം നമ്മള് സാറ് നമ്പർ ഇടാം. ഒന്നാമത് ആരെ പറയാ? സബാഹൽ ഖൈർ അല്ലെ? അത് ഇവിടെ എഴുതണം. ഒന്ന് ഇവിടെ എഴുതണം. പിന്നെ ഏതാ? സബാഹൽ ഖൈർ പറഞ്ഞ മറുപടി ഉണ്ട്. എന്താണ്? സബാഹൻ നൂർ. 2 നമുക്ക് 2 ഇവിടെ എഴുതാം. 2 എഴുതിയാൽ പോരാ, എഴുതണം കേട്ടോ. അപ്പോ എന്നിട്ട് എന്ത് ചോദിക്കും? ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പോ പിന്നെ കൈഫൽ ഹാൽ അല്ലെ? 3 നമുക്ക് 3 ഇവിടെ എഴുതാം. 4 കൈഫൽ ഹാൽ പറഞ്ഞ സൈൻ അൽഹംദുലില്ലാ 4 നമുക്ക് ഇവിടെ എഴുതാം. പിന്നെ 5 എന്താണ്? ഇല ഐന, എവിടേക്കാണ് പോകുന്നത് അല്ലെ? അപ്പൊ 5, ഇത് 5 നമുക്ക് ഇവിടെ എഴുതാം. അപ്പൊ എവിടേക്കാ പോകുന്നുണ്ടാവുക? ഇലൽ മദ്രസ, സ്കൂളിലേക്ക്. 6 നമുക്ക് ഇവിടെ എഴുതാം. അപ്പൊ അവസാനം ശുക്രൻ അല്ലെ? 7, 8 ശുക്രൻ. എവിടെ ശുക്രൻ? 7 അല്ലെ? അഫ്വൻ 8. ഈ നമ്പർ അനുസരിച്ചാണ് മക്കള് ഇവിടെ എഴുതിയിട്ടുണ്ടാവും അല്ലേ? മാഷാ അല്ലാഹ്, മബ്റൂക്ക്. ഇനി 5ാമത്തെ പ്രവർത്തനം നക്തുബ് ജുമലൻ മുനാസിബ. ഈ ചിത്രങ്ങൾക്ക് അനുയോജ്യമായ സെന്റൻസ് എഴുതണം. സ്വന്തമായി എഴുതണ്ട മക്കള്, ഇവിടെ ഉണ്ട് എഴുതുന്നു. ഒന്നാമത്തെ ഏതാ? യഷ്റബുൽ ഉസ്ഫൂറ റഹീഖ്. എന്താണ്? ഉസ്ഫൂർ തേൻ കുടിക്കുന്നു. ഏതാ ചിത്രം ഉസ്ഫൂർ തേൻ കുടിക്കുന്നത്? ഇതല്ലേ? ഇതൊന്ന്. ഈ 1 ഏതാണ്? ഇതാണ് 1. ഓക്കെ. 2ാമത്തെ ചിത്രം യജ്മഉൽ ഉമ്മാലു അൽ ഖുമാമ. ജോലിക്കാര് വേസ്റ്റ് പെറുക്കുന്നു, വേസ്റ്റ് കളക്ട് ചെയ്യുന്നു. 2 ഏതാണ് വരിക? വേസ്റ്റ് പെറുക്കുന്ന ചിത്രം ഉണ്ട് അതില്? ഇല്ല അല്ലേ? ഇല്ല. അപ്പൊ അത് വേണ്ട. പിന്നെ 3 യഖിഫുൽ ഫീലു ഇൻദൽ ബിർക. എന്താണ്? ആന കുളത്തിന്റെ അടുക്ക് നിൽക്കുന്നു.
3 3 ഏതാ വരിക? ഇതായിരിക്കും അല്ലേ? അപ്പൊ ഇവിടെ 3 എഴുതണം. 3 എന്നല്ല എഴുതേണ്ടത്, ഈ സെന്റൻസ് ആട്ടോ മക്കൾ എഴുതേണ്ടത്. ഇനി നാലാമത്തെ പ്രവർത്തനം എന്താ? യുനല്ലിഫുൽ വലതു അൽവ യഥാ, കുട്ടി കൈ കഴുകുന്നു. ആ ചിത്രം ഉണ്ട് അവിടെ, ഇവിടെ ഉണ്ട് അല്ലേ? അപ്പൊ ഇവിടെ 4 ഇനി 5 യസ്ബഹു സമക്കു ഫിൽമാ, വെള്ളത്തിൽ മീൻ നീന്തുന്നു. ഏതാ 5? ഏതാ മീൻ നീന്തുന്നില്ലേ? അത് സുന്ദരനായ മീന്. ഓക്കെ, അത്രയാണ്. അപ്പൊ ഈ സെന്റൻസുകൾ നമ്പർ ഇട്ട് അവിടെ മക്കൾ എഴുതണം. ഓക്കെ, ഇനി വാചകം വായിച്ച് അനുയോജ്യമായ ചിത്രത്തിന് ശരി അടയാളപ്പെടുത്തുക. അല്ലേ? ഇവിടെ വാചകം വായിക്കുക. എന്താണ്? യക്കുലിൽ വലതു മൗസൻ, കുട്ടി പഴം തിന്നുന്നു. കുട്ടി പഴം തിന്നുന്ന ചിത്രം ഏതാ? ആ ചിത്രത്തിന് ടിക്ക് കൊടുക്കണം. ഇതാണോ? ഇതാണ് അല്ലേ? അപ്പൊ ഇതിന് ടിക്ക് കിട്ടും. തർക്കുസുൽ ബിന്തു, വിദ്യ എന്താണ്? ഗേൾ ഡാൻസ് ചെയ്യുന്നു. ഇവിടെ പാട്ട് പാടുക അല്ലേ? അപ്പൊ ഡാൻസ് ചെയ്യുന്നത് ആരാ? ഇവിടെ. ഇതിന് ടിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് മക്കളുടെ ചോദ്യപേപ്പറും അതിന്റെ ഉത്തരങ്ങളും. ഇഷ്ടായില്ലേ? മക്കളെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുവോ? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.